അപ്പോൾ ലോക ജനത ഒന്നിച്ചാഘോഷിക്കുന്ന ഒരു വമ്പൻ ഉത്സവത്തിന് കൊടിയേറ്റമാണല്ലോ. പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, ലോകകപ്പിന് ഇന്ന് കൊടിയേറ്റമാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ളത് ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശം പങ്കിടാൻ അതിഥിയായി വന്നിരിക്കുന്നത് മറ്റാരുമല്ല, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായ ശ്രീ മുഹമ്മദ് റാഫിയാണ്. സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ലീഡേഴ്സ് മോർണിംഗിലേക്ക്. ഗുഡ് മോർണിംഗ് ശ്രീ മുഹമ്മദ് റാഫി, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് ശ്രീ റാഫി, ഇപ്പം ലോകം മുഴുവൻ ഫുട്ബോളിന്റെ ആവേശമാണ്. ഇപ്പം നമുക്കറിയാവുന്ന പോലെ ഇന്ത്യ വേൾഡ് കപ്പിൽ കളിക്കുന്നില്ല, പക്ഷേ ഇന്ത്യയിൽ എങ്ങും മുക്കിലും മൂലയിലും ഫുട്ബോൾ ആവേശം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അങ്ങയുടെ തൃക്കരിപ്പൂരിലും ആവേശത്തിന് ഒട്ടും കുറവില്ല. അപ്പം എന്താണ് വേൾഡ് കപ്പിന്റെ പ്രതീക്ഷകൾ? വേൾഡ് കപ്പിന് പ്രതീക്ഷകളെല്ലാം വളരെ നന്നായി മുന്നോട്ട് പോവുകയാണ്. ഈവൻ ഓരോരോ ആൾക്കാർ ഓരോരോ അർജൻറ്റീന ആണെങ്കിലും ബ്രസീലിലാണെങ്കിലും അതുപോലെ പോർച്ചുഗലിലാണെങ്കിലും സ്പെയിനാണെങ്കിലും ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ ഇന്ത്യയിലും അതുപോലെ കേരളത്തിലും അങ്ങോളം ഇങ്ങോളം കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ കൂടുതലും ട്രാവൽ ചെയ്യുന്നതാണ്, അത്രത്തോളം ഫ്ലെക്സും അതുപോലെ അവരുടെ ബാനറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. പക്ഷേ വളരെയധികം സന്തോഷം തോന്നുകയാണ്. ഈ ഒരു വേൾഡ് കപ്പ് വരികയാണ് ഇന്ന് നാളെ പുലർച്ചെ വേൾഡ് കപ്പ് കിക്ക് ഓഫ് ആണ്. ഇനി ആകെ അത്ര മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. ഒരുപാട് കാലമായി കാത്തു നിൽക്കുന്ന ഒരു വേൾഡ് കപ്പാണ് വരാൻ പോകുന്നത്. എന്തായാലും വളരെ ഒരു വാശിയേറിയ മത്സരം കൂടിയായിരിക്കും നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റാൻ പോകുന്നത്. ശ്രീ റാഫി, ഇപ്പം അങ്ങ് മെസ്സിയുടെ ഒരു കടുത്ത ആരാധകനാണെന്ന് കൂടി അറിയാം. ലിയോണൽ മെസ്സി ഒരു കപ്പ് നേടിയിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അർജന്റീനിയൻ ആരാധകർ ഇത്രമാത്രം റിലാക്സ്ഡ് ആയിട്ടൊരു ലോകകപ്പ് കാണുന്നത് സമീപകാലത്ത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും റിലാക്സ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അർജൻറ്റീന ലാസ്റ്റ് 2022 നമ്മൾ വേൾഡ് കപ്പ് വിന്നറാണ്. ഇനി ഈ വരുന്ന ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വേൾഡ് കപ്പിൽ നല്ല സ്കോഡാണ്. ഞാൻ ഇന്നലെ രാവിലെ അർജൻറ്റീന മാച്ച് കണ്ടായിരുന്നു, ഐസ്ലാൻഡായിട്ടുള്ള മാച്ച്. ആ മാച്ചും എനിക്കിത് ഫസ്റ്റ് ഹാഫ് ഫുള്ളും യങ്സ്റ്റേഴ്സിനാണ് കളിപ്പിച്ചത്. ആ യങ്സ്റ്റേഴ്സിനെ മാറ്റി സെക്കൻഡ് ഹാഫിൽ മെസ്സിയും അതുപോലെ എല്ലാവരും ഗ്രൗണ്ടിലേക്ക് വരുന്ന സമയം കണ്ടത് നല്ല ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി ഉള്ള ടീം തന്നെയാണ് അർജൻറ്റീന നല്ല സ്കോഡുമാണ്. തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിൽ നല്ല പ്രതീക്ഷയുണ്ട്. എന്നാലും എനിക്ക് തോന്നി ഈ ഒരു വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മിസ് ചെയ്യും. എന്ന് വെച്ചാൽ ഇനി വരുന്ന വേൾഡ് കപ്പിൽ നമുക്ക് മെസ്സിനെയും അതുപോലെ റൊണാൾഡോനെയും നെയ്മറിനെയും കാണാൻ പറ്റും തോന്നുന്നില്ല. ഇതവരെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആകാൻ ചാൻസ്. അപ്പം ഇത് ആരും കണ്ടില്ലെങ്കിൽ അതൊരു വലിയ ഒരു ജീവിതത്തിൽ തന്നെ നമ്മൾ മിസ്സാകുന്ന ഒരു വേൾഡ് കപ്പായി മാറാൻ ചാൻസ് ഉണ്ട്. ശരിക്കും സത്യം. ഇപ്പം അങ്ങ് പറഞ്ഞപ്പോൾ ഒരു അങ്ങനെ കൂടി ഓർക്കുമ്പോഴത്തേക്ക് ഒരു സങ്കടം കൂടിയുണ്ട് ഈ വേൾഡ് കപ്പിൽ. ശ്രീ റാഫി, ഇപ്പോൾ 48 രാജ്യങ്ങളാക്കി ഉയർത്തിയിട്ടുണ്ട്, 104 മത്സരങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വിരസത ഉണ്ടാക്കുമോ അതോ കൂടുതൽ അവസരം? എങ്ങനെയാണ് അങ്ങ് ഇതിനെ കാണുന്നത്? ഇല്ല, കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവും. എന്നുവെച്ചാൽ നമുക്ക് ഒരുപാട് നല്ല മാച്ചസ് ഈ വേൾഡ് കപ്പിൽ കാണാൻ പറ്റും. നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത ടീമുകൾ നല്ല കളി കാഴ്ചവെച്ച് നല്ല ടീമിൻ്റെ അടുക്ക നല്ല കളി കാഴ്ചവെച്ച് ചിലപ്പോൾ നല്ല ടീമിന് അന്നത്തെ ദിവസം ബാഡ് ഡേ ആണെങ്കിൽ അവരെ തോൽപ്പിക്കാനുള്ള ഒരു അത്രത്തോളം വലിയ ടീമാണ് ഈ 48 ടീമും. ഒന്നിനൊന്നിനും മെച്ചമുള്ള ടീമാണ്. അപ്പം നമുക്ക് ഇന്ന് മാച്ച് ഉണ്ടെങ്കിൽ ആ മാച്ചിൽ നല്ല വൃത്തിക്ക് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മളെ അന്നത്തെ ദിവസത്തിൻ്റെ പ്രശ്നം കാര്യങ്ങൾ ബാഡ് ഡേ ആയിരിക്കും. അത് കാരണം ഈ ഒരുപാട് നമുക്ക് ഈ 48 ടീമിനടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ക്വാളിഫയർ റൗണ്ടും മറ്റെല്ലാം കളിച്ചിട്ട് വരുന്നതുകൊണ്ട് എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിരിക്കും. നമുക്ക് ഒരിക്കലും പ്രഡിക്ഷൻ പറയാൻ പറ്റില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇത് അർജൻറ്റീന ആയതുകൊണ്ട് അർജൻറ്റീനക്ക് ഒരു മുൻഗണന നമുക്ക് കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ ടീമും ഒന്നിനൊന്ന് മെച്ചമുള്ള ടീമാണ്. യെസ് ശ്രീ റാഫി, ഇപ്പം നമ്മൾ ഈ ഫുട്ബോളാണ്, ഗോളാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇപ്പം ഈ ഘട്ടത്തിൽ അങ്ങൊരു പ്രവചനത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. ആരാകും ഇത്തവണ ലോകകപ്പിൻ്റെ ഒരു താരമായിട്ട് മാറുക, അതല്ലെങ്കിൽ ആരാവും ആ കിരീടം തൂക്കുക? ഒരു പ്രവചനം നടത്തുന്നുണ്ടോ ഇപ്പോൾ? പ്രവചനം നമ്മളൊരു ഫൈനൽ എന്നുള്ള രീതിയിൽ ഒരാഴ്ച മുന്നേ നമ്മൾ മലപ്പുറത്ത് വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ അർജൻറ്റീനയും ബ്രസീലാണ് ഫൈനൽ എന്നുള്ളൊരു മനസ്സിലുള്ളത്. പക്ഷേ ഒരിക്കലും അർജൻറ്റീനയും ബ്രസീലും ഫൈനൽ വരെ എത്തൂല. എനിക്ക് തോന്നുന്നില്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലോ അല്ലെങ്കിൽ സെമി ഫൈനലിലോ അർജൻറ്റീനയും ബ്രസീലും വരുന്നുണ്ടെങ്കിൽ
അതിൽ മുട്ടാൻ പറ്റും. പക്ഷേങ്കിൽ നമുക്ക് ഇല്ലെങ്കിൽ ഒരു അർജൻറ്റീന ഇല്ലെങ്കിൽ ഞാൻ അർജൻറ്റീന സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അർജൻറ്റീന ഇല്ലെങ്കിൽ സ്പെയിൻ ഇല്ലെങ്കിൽ അർജൻറ്റീന പോർച്ചുഗൽ അങ്ങനെയുള്ളൊരു ഫൈനൽ നമ്മൾ പ്രതീക്ഷിക്കണം. വെച്ചാൽ ഓൾറെഡി മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് ഉണ്ട്. അഥവാ മെസ്സിൻ്റെ കയ്യിൽ നിന്ന് വേൾഡ് കപ്പ് പോയി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നെയ്മറിന് കിട്ടണം, ഒന്നില്ലെങ്കിൽ റൊണാൾഡോക്ക് കിട്ടും. ഈ രണ്ടിലും ഏതെങ്കിലും ഒരാൾക്ക് കിട്ടണം എന്നുള്ള ഒരു ആസ് എ ഒരു ഫുട്ബോൾ പ്ലെയർ എന്നുള്ള രീതിയിൽ രണ്ടിലേതെങ്കിലും ഒരാൾക്ക് ഒരു വേൾഡ് കപ്പ് കിട്ടണം എന്നുള്ളൊരു ഇതുണ്ട് മനസ്സിൽ. ശ്രീ റാഫി, ഇപ്പം ഇത്തവണ എന്ന് വെച്ചാൽ ശരിക്കും ഇന്ത്യക്ക് കൂടി ഒരു വലിയ അവസരമായിരുന്നില്ലേ? 48 ടീമിലേക്ക് എണ്ണം ഉയർന്നു. ഇനിയിപ്പോൾ നമുക്ക്, അതായത് ഇന്ത്യൻ ആരാധകർക്ക് എത്ര കാലം കൂടി കാത്തിരിക്കേണ്ടി വരും ഒരു ഫുട്ബോളിലേക്ക് ഇന്ത്യൻ പേരും കൂടി എത്തിച്ചേരാൻ? തീർച്ചയായിട്ടും അത് എത്ര കാലം നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് വേണ്ടത് ഗ്രാസ് റൂട്ട് ലെവലിലാണ്. നമ്മൾ നല്ല ഗ്രൗണ്ടും അതുപോലെ നല്ല ഫെസിലിറ്റീസും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് വേൾഡ് കപ്പിൽ ഒരു സ്വപ്നം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാനൊക്കെ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് കളിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ വേൾഡ് കപ്പ് എന്നുള്ള ഒരു സ്വപ്നം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ കളിച്ച് പോകണം. ഇപ്പം നമ്മൾ എക്സാമ്പിൾ നമുക്കിപ്പം നമ്മൾ ഖത്തറിൽ കളിക്കുന്ന നമ്മളെ പയ്യനുണ്ട് വളവട്ടണത്തില്ലേ, അവന് ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ അവനക്ക് ചെറുപ്പത്തിൽ തന്നെ പിന്നെ എന്താ പറയുക നല്ല രീതിയിലുള്ള കോച്ചസും നല്ല രീതിയിൽ അക്കാഡമിയിലും ചെയ്തുകൊണ്ട് ഇപ്പോൾ ഖത്തറിന് വേണ്ടി നമുക്കതൊരു പ്രൗഡ് തന്നെയാണ്. നമുക്ക് നമ്മളെ കേരളത്തിന് അതുപോലെ ഇന്ത്യക്കും വേണ്ടി ഒരു പ്രൗഡ് തന്നെയാണ് ഒരു മലയാളി വേൾഡ് കപ്പ് കളിക്കുന്നില്ലത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു വേൾഡ് കപ്പ് കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും എന്ന് തോന്നുന്നുള്ളൂ എനിക്ക്. ശ്രീ മുഹമ്മദ് റാഫി, ഇപ്പം കേരളത്തിൻ്റെ ഒരു ഫുട്ബോൾ ആവേശം അത് സെവൻസിൻ്റേത് കൂടിയാണല്ലോ. സെവൻസ് കേരളത്തിൻ്റെ ഫുട്ബോളിനെ പിന്നോട്ടാക്കിയെന്നാണോ അതോ ആവേശം നിലനിർത്തുന്നുണ്ടെന്നാണോ? അങ്ങയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? തീർച്ചയായിട്ടും ഫുട്ബോളിൻ്റെ ആവേശം തന്നെയാണ് കേരളത്തിൽ. എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ 6 മാസത്തോളം ഫുട്ബോൾ ടൂർണമെൻറ്റ്, സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കും. ഞാൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് കളിച്ചിട്ട് വളർന്നു വന്ന ആളാണ്. എനിക്ക് ഒരു അക്കാഡമിയോ ഇല്ലെങ്കിൽ ഒരു ടീമോ കാര്യങ്ങളോ അല്ല. ഞാൻ സെവൻസിലൂടെ വന്ന് പിന്നെ ഞാൻ പ്രാദേശിക ടീമിലും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നിട്ടാണ് ഞാൻ ഫുട്ബോൾ കരിയറിലേക്ക് തന്നെ വന്നത്. പക്ഷേങ്കിൽ അതിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു സെവൻസ് ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഒരു 3-4 ഫോറിനേഴ്സിനെ പുറത്തുനിന്ന് വന്നിട്ട് അവർക്ക് കൂടുതൽ ചാൻസ് കൊടുക്കുന്നത്. പക്ഷേ നമ്മളെ കേരളത്തിലെ പ്ലേയേഴ്സിന് ചാൻസ് കുറവാണ്. അപ്പോൾ സെവൻസ് കളിച്ച് വന്നു കഴിഞ്ഞാൽ നല്ല പ്ലേയേഴ്സ്, ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ആ പ്ലേയേഴ്സിന് ചാൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോറിനേഴ്സിൻ്റെ എണ്ണം കുറച്ച് നമ്മളെ നാട്ടിലെ മലയാളീസിൻ്റെ എണ്ണം കൂട്ടിയിട്ട് അതിൽ നല്ല പ്ലേയേഴ്സിനെ നമ്മൾ പിക്ക് ചെയ്ത് ഇതിപ്പം ഞാൻ വന്ന കണക്കെ ഇല്ല, ഞാൻ സെവൻസ് കളിച്ചിട്ടാണ് ഞാനൊരു പ്രൊഫഷണൽ ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ ആ രീതിയിൽ ചാൻസ് കിട്ടുമ്പോൾ ഏതെങ്കിലും നല്ലൊരു ചാൻസ് കിട്ടുന്ന ട്രയൽസിന് പോയി കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചാൽ ആ സെവൻസിലൂടെ എക്സ്പീരിയൻസ് വെച്ച് 11s കളിച്ചിട്ട് അവർക്ക് മുന്നോട്ട് വരാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഈ ഫോറിനേഴ്സിനെ കുറച്ചിട്ട് നല്ല രീതിയിലുള്ള സെവൻസ്. ഇതിപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെയും നോക്കിക്കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മളെ കബഡിനെക്കാട്ടിയും വലിയ അടിയും പിടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേങ്കിൽ അതെല്ലാം ഒഴിവാക്കി നല്ല റെഫറീസും നല്ല പ്ലേയേഴ്സിനെയും വെച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല പ്ലേയേഴ്സിനെ അതിൽ വാർത്തെടുക്കാൻ പറ്റും. കറക്റ്റ്. ശ്രീ റാഫി, ഇപ്പം റോണോയ്ക്ക് വേണ്ടി പോർച്ചുഗലിന് ഒരു കിരീടം വേണം, നെയ്മറിന് വേണ്ടി ബ്രസീലിനൊരു കിരീടം വേണം, ചാമ്പ്യന്മാർ അർജന്റീന മെസ്സിയുമായിട്ട് നിലനിൽക്കുന്നുണ്ട്, ഫ്രാൻസ് മുൻപത്തെക്കാളും ഒക്കെ വമ്പൻ കരുത്തിലാണ്. അപ്പം അങ്ങയുടെ കണ്ണിൽ ഏറ്റവും കരുത്തരാരാ? ഞാൻ പറഞ്ഞില്ല, ഞാനൊരു അർജൻറ്റീന ഫാനാണ്. അപ്പോൾ ഈ അർജൻറ്റീന കഴിഞ്ഞിട്ടേ നമ്മൾ ബാക്കിയുള്ള ടീമിനെ പോയി. പക്ഷേ അർജൻറ്റീന നല്ല സ്ക്വാഡുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഇന്നലെ ഐസ്ലാൻഡായിട്ടുള്ള മാച്ച് കണ്ടായിരുന്നു. അതിൽ ഫുള്ള് ഇറങ്ങിയ ഫസ്റ്റ് ഹാഫിൽ ഫുള്ള് കളിച്ചത് യങ്സ്റ്റേഴ്സാണ്. പിന്നെ അതിൽ എനിക്ക് തോന്നുന്നു അതിൽ ഒരുപാട് നല്ല ഈ നമ്മൾ പറയുന്ന പോലെ ഇപ്പം പോർച്ചുഗലും അതുപോലെ ഫ്രാൻസും അതുപോലെ ജർമ്മനി നല്ല സ്ക്വാഡാണ്. അതുപോലെ പിന്നെ ബ്രസീൽ നല്ല സ്ക്വാഡാണ്. ഇതിലൊക്കെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ കണ്ട് ഇപ്പം എൻ്റെ എല്ലാം കരിയർ തൊട്ടേ നമ്മൾ കേൾക്കുന്നത് റൊണാൾഡോ, മെസ്സി, നെയ്മർ, ഈ 3 ആളെ മാച്ച് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ ഇപ്പം മറ്റുള്ള ലീഗ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഇപ്പം അർജൻറ്റീനയിലെ ഒരു യങ്സ്റ്റേഴ്സായിട്ട് ഇപ്പോൾ മെസ്സിനെക്കാട്ടി നല്ല രീതിയിൽ കളിക്കുന്ന ഒരു യങ്സ്റ്റേഴ്സായിട്ട് വളർന്നു വരുന്നതാണ് നിക്കോ പാസ് എന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരുപാട് നല്ല പ്ലേയേഴ്സ് എല്ലാ ടീമിലും ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് നല്ലൊരു എന്ന് പറഞ്ഞാൽ അർജൻറ്റീന നല്ല സ്ക്വാഡാണ്, ബാക്കിയുള്ള സ്ക്വാഡാണ്. പക്ഷേ
അർജന്റീനയ്ക്ക് കുറച്ചും കൂടി ഞാനൊരു മുൻഗണന കൊടുക്കുന്നുണ്ട്. ശ്രീ റാഫി, അങ്ങ് കളി കാണാൻ പോകുന്നുണ്ടോ? അവസാന ഘട്ടമൊക്കെ എത്തുമ്പോഴത്തേനും പോകുന്നുണ്ടോ ഒന്ന് നേരിൽ കാണാൻ? നേരിൽ കാണാൻ വേണ്ടി പോകാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിസയിലടിച്ച് ഇപ്പോൾ ഒരു വർഷത്തോളം അമേരിക്കൻ വിസ അടിച്ചിട്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് വരുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും പോയിട്ട് ഞാൻ കാണും. പിന്നെ ലാസ്റ്റ് ഖത്തറിൽ പോകാൻ പറ്റിയില്ലായിരുന്നു. ഖത്തറിൽ ഞാൻ ഈ കമാൻഡറിൻ്റെയും ഇതിൻ്റെ എല്ലാം വഴിക്ക് ഞാൻ ബോംബെയിലായിരുന്നു ഒരു മാസത്തോളം. അത് കാരണം ലാസ്റ്റ് വേൾഡ് കപ്പ് കാണാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ സമയം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എന്തായാലും പോയിട്ട് കാണും. ഓക്കെ, അപ്പോൾ ശ്രീ മുഹമ്മദ് റാഫി, ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം. അങ്ങക്ക് നല്ലൊരു ദിവസമാകട്ടെ. ഒപ്പം വേൾഡ് കപ്പ് വരാൻ പോവാണ്. അങ്ങയുടെ ഇഷ്ട ടീമിനൊപ്പം തന്നെ ഭാഗ്യമൊക്കെ തുണയ്ക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ.